CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ റെയ്ഡിന് പിന്നാലെ നടപടികൾ കടുപ്പിക്കാൻ ഇഡി. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ വിശദമായി ചോദ്യം ചെയ്യും. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിൽ, വെസ്റ്റ് ഹിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നന്ദുലാൽ അടക്കമുള്ളവർക്ക് ഉടൻ സമൻസ് നൽകും. സജോ ദേവസ്യയിലേക്ക് പോവുകയാണ് വിശദാംശങ്ങൾക്കായി. സജോ, വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡയറി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്നുള്ളതാണ് ഇഡി. ഇതിൽ നിഖിലിന്റെ ഫ്ളാറ്റിലും ഇന്നലെ ഒപ്പം സോളസ് എന്ന കമ്പനിയിലൊക്കെ റെയ്ഡ് നടന്നിരുന്നു. അതടക്കം 8 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നിരുന്നത്. ഇനി എന്താണ് നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയൊക്കെയാണ് അന്വേഷണം നീങ്ങുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാട് കേസിൽ 2ാം ഘട്ട നടപടികളിലേക്ക് ഇഡി ഇന്നലെയാണ് കടന്നത്. 8 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത്. CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ ഫ്ളാറ്റ്, അതുകൂടാതെ ഉള്ള വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനം, സൊലൈസ് എന്ന സ്ഥാപനം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനയും മറ്റും നടത്തുകയും അതിൽ വിശദമായ മറ്റു നടപടികൾ ആസൂത്രണം ചെയ്യുകയുമാണ് ഇഡി എന്നതാണ് കാണേണ്ടത്. അതായത് മുഹമ്മദ് റിയാസുമായി അടുപ്പമുള്ള ആളുകളിലേക്ക് കൂടി ഈ അന്വേഷണം കൊണ്ടുപോവുക എന്ന ലക്ഷ്യം ഇഡിക്കുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇഡിയുടെ അടുത്ത നീക്കമായി നമ്മൾ കരുതുന്നത്, ഇങ്ങനെ ഇഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇഡി സുഹൃത്തുക്കൾ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തി എന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്ന ആളുകൾക്ക് സമൻസ് നൽകുക, അവരെ ചോദ്യം ചെയ്യുക എന്ന നടപടിയാണ്. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. അതായത് മുഹമ്മദ് റിയാസുമായി അടുപ്പമുള്ളവരെ കൂടി ഇഡി ലക്ഷ്യമിടുന്നു എന്ന് ഈ ഘട്ടത്തിൽ കരുതണം. അതായത് വീണ ഇവരുമായി മുഹമ്മദ് റിയാസിന്റെ ആശയവിനിമയം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇഡി അന്വേഷണം കടുപ്പിക്കുന്നു എന്ന രൂപത്തിൽ മനസ്സിലാക്കണം. അതിൽ പി നിഖിൽ എന്ന CPIM നേതാവ്, അതുകൂടാതെ വെസ്റ്റ് ഹിൽ മേഖലാ സെക്രട്ടറി, ഡിവൈഎഫ്ഐയുടെ വെസ്റ്റ് ഹിൽ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള നന്ദുലാൽ എന്നിവർക്ക് സമൻസ് നൽകും. അതായത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഇഡിക്കുണ്ട് എന്നീ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അങ്ങനെ അവർക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഇഡി കാണുന്ന ഒരു കാര്യം. നേരത്തെ വിശദമായ റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തടക്കം നടത്തിയ റെയ്ഡിൽ കിട്ടിയ ചില രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാട് കേസിൽ സമാഹരിച്ച അല്ലെങ്കിൽ അതുവഴി ലഭ്യമായ പണം എങ്ങനെ ചിലവഴിച്ചു, ഏത് രൂപത്തിൽ അവ എങ്ങോട്ടേക്ക് വഴിതിരിച്ചു വിട്ടു തുടങ്ങിയ അന്വേഷണവും ആലോചനയും ഒക്കെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കുറെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് വീണയും മുഹമ്മദ് റിയാസും സുഹൃത്തുക്കളിലേക്കുമൊക്കെ ഈ അന്വേഷണം കൊണ്ടുപോവുകയും അതുവഴി അവരതിനെ ഇത് രാഷ്ട്രീയ നീക്കമാണ്, വേട്ടയാടലാണ് എന്ന കൃത്യമായ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കം രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു ആസൂത്രിത രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമായി ഇഡി മാറുന്നു, അല്ലെങ്കിൽ അതിനുള്ള ആയുധമോ ചട്ടുകമോ ഒക്കെയായി ഇഡി മാറുന്നു. അങ്ങനെ ഒരു വേട്ടയാടലാണിത്. അതിന്റെ ഭാഗമായാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളുകളെ അടക്കം കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആസൂത്രിത ശ്രമമുണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ CPM രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇഡി ഏതായാലും ഇത്തരമൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റെയ്ഡിന് പിന്നാലെ നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.